അങ്ങനെ കാത്തിരിപ്പിന് ഒടുവിൽ സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. ലോകം കീഴടക്കിയ ആൽബി സെലസ്റ്റകൾ അർജന്റീൻ സംഘം ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിൽ നമ്മുടെ മണ്ണിൽ, നമ്മുടെ മലയാള മണ്ണിൽ പന്ത് തട്ടാൻ പോകുന്നു. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നവംബർ 10 മുതൽ 18 വരെയുള്ള തീയതികളിൽ ഒന്നിൽ അർജന്റീന എത്തുകയാണ്. ലോക ചാമ്പ്യന്മാരായ സംഘം അർജന്റീന സംഘം ഇതാ നമ്മുടെ മണ്ണിൽ പന്ത് തട്ടാൻ എത്തുകയാണ്. അതിന്റെ ആവേശം കേരളത്തിൽ ഉടനീളം ആഞ്ഞടിക്കുകയാണ്. നമ്മുടെ റിപ്പോർട്ടർമാർ വിവിധ ഇടങ്ങളിൽ നിന്ന് ചേരുകയാണ്. റഹീസ് റഷീദ്, സിനോജ് തോമസ്, AK അഭിലാഷ്, ഷാബാസ് അഹമ്മദ് എന്നിവർ ചേരും. ആദ്യം ഇന്നത്തെ സന്തോഷ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ മെസ്സി എത്തുമ്പോൾ റിപ്പോർട്ടറിന് നന്ദി അറിയിക്കുകയാണ് AFA കൊമേഴ്ഷ്യൽ മാർക്കറ്റിംഗ് ടീം മാനേജർ ലിയാൻഡ്രോ പീറ്റേഴ്സൺ. ഇൻസ്റ്റാഗ്രാമിലൂടെ റിപ്പോർട്ടർ TVക്കും കേരളത്തിനും നന്ദി പറഞ്ഞു. അനൂപ് ഷൺമുഖൻ ചേരുകയാണ്. അനൂപ്, ഏതായാലും നന്ദി കൂടി പറയുന്നുണ്ട് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. അവർക്ക് നേരത്തെ തന്നെ അറിയാം, കാരണം പുള്ളാവൂർ പുഴയിലെ കട്ടൗട്ട് അടക്കം അവർ ഇൻസ്റ്റാഗ്രാമിലോ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലോ ഒക്കെ പങ്കുവച്ചിട്ടുള്ളതാണ്. കേരളത്തിന്റെ ഫുട്ബോൾ സ്നേഹം, ഫുട്ബോളിനോടുള്ള വികാരം, ഭ്രാന്തമായ അഭിനിവേശം, അതൊക്കെ അവർക്കും മനസ്സിലായിട്ടുള്ളതാണ്. അങ്ങനെ ആ കാത്തിരിപ്പിനൊടുവിൽ ആ സന്തോഷ വാർത്ത വരുമ്പോൾ കേരളത്തിനും നന്ദി അറിയിക്കുകയാണല്ലോ റിപ്പോർട്ടർ TVക്കും. വിനേഷ്, ഇന്നത്തെ ദിവസത്തെ വെറും 2 വാക്കിൽ ചുരുക്കി പറയാം: പൂരം കൊടിയേറി കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും ഇനി കേരളത്തിൽ മെസ്സി വരുന്നു എന്നുള്ള വാർത്ത അറിയാൻ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ആരുമില്ല എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതിശയോക്തി ഒട്ടുമില്ലാത്തൊരു കാര്യം തന്നെയാണ്. അക്കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ അതിനുള്ള മറുപടി കൂടിയാണ് നമ്മൾ ഇപ്പോൾ നൽകുന്ന വാക്കുകൾ. ലിയാൻഡ്രോ പീറ്റേഴ്സൺ, അതായത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ മാർക്കറ്റിംഗ് ആൻഡ് ചീഫ് കൊമേഴ്ഷ്യൽ മാനേജർ, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അദ്ദേഹം നന്ദി പറയുകയാണ് റിപ്പോർട്ടർ ചാനലിന്. റിപ്പോർട്ടർ TVക്കും കേരളത്തിന്റെ കായിക മന്ത്രിക്കും നന്ദി അറിയിക്കുന്നു. അർജന്റീന ടീമിന്, ലയണൽ മെസ്സിയുടെ സംഘത്തിന്, ലയണൽ സ്കലോണിയുടെ സംഘത്തിന് കേരളത്തിലേക്ക് എത്താൻ വഴി തുറന്നതിന് നന്ദി എന്നാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ പുതിയതായിട്ട് പങ്കുവച്ചിരിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഇതൊരു വലിയ പ്രോജക്റ്റാണ്, വലിയൊരു പദ്ധതിയാണ്. അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വലിയ തോതിൽ നന്ദി അറിയിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, മുൻപും കേരളത്തെ പ്രശംസിച്ച അദ്ദേഹം നിരവധി പോസ്റ്റുകൾ, കേരള ഫുട്ബോൾ താരങ്ങളുടെ ആരാധകരുടെ ഒരു ആരാധന സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ മുമ്പും അദ്ദേഹം ഷെയർ ചെയ്തിട്ടുള്ള ആളാണ്. എന്തായാലും ഇപ്പോൾ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വന്നിരിക്കുന്നു. ഇനി ഒരാൾക്കും എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി മായ്ച്ചു കളഞ്ഞേക്കൂ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് അദ്ദേഹം. എന്തായാലും രാവിലെ നമ്മൾ കാത്തിരുന്ന, ഒരു വർഷമായിട്ട് നമ്മൾ കാത്തിരുന്ന ആ പ്രഖ്യാപനം ഇന്ന് പുലർച്ചെ ഏതാണ്ട് ഇന്ത്യൻ സമയം 3:30 പുറത്തു വന്നത്. ഇന്ത്യയിൽ, കേരളത്തിൽ പേരെടുത്തു പറയുന്നു, കേരളത്തിൽ നവംബർ 10-നും 18-നും ഇടയിൽ ഒരു ദിവസം കേരളത്തിൽ അർജന്റീന ഫുട്ബോൾ ടീം കളിക്കുമെന്നുള്ള വിവരം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗികമായി രാവിലെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിനുശേഷം ആ വാർത്ത വന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കേരളം ആ വാർത്തയെ ഏറ്റെടുത്തിരിക്കുന്നു. എല്ലാവരും ആവേശത്തിലാണ്. ഏത് നിമിഷവും മെസ്സി എന്ന് പറയുന്ന ഒരു ആരാധക കൂട്ടത്തെ നമ്മൾ കാണുന്നു. എന്തായാലും ഇനിയിപ്പുള്ള കാത്തിരിപ്പെന്ന് പറയുന്ന വെറും 80 ദിവസങ്ങളുടേത് മാത്രമാണ്. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം പേര് മാറ്റുന്ന തരത്തിൽ നീല വെള്ള വർണ്ണത്തിലേക്ക് മാറിപ്പോകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു. വെറും 80 ദിവസങ്ങൾക്ക്, അതാണ് ആ ഒരു വെറും 80 ദിവസം മാത്രമാണ് അനൂപ് ഇനി ബാക്കിയുള്ളത്. ആ ദിവസങ്ങൾക്കുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ അർജന്റീന സംഘത്തെ സ്വീകരിക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ ആ ഒരു പാരമ്പര്യം, ഫുട്ബോളിനോടുള്ള ആ ഒരു അഭിനിവേശം, അത് ലോകത്തിന് മുന്നിൽ നമുക്ക് തെളിയിക്കേണ്ടതുമുണ്ട്. അപ്പോൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സ്റ്റേഡിയം ഒരുക്കണം, മറ്റ് ഫാൻ മീറ്റ് ഉണ്ടെങ്കിൽ അതൊരുക്കണം. അപ്പോൾ ആ ഒരു നടപടികളൊക്കെ എങ്ങനെയായിരിക്കും? റിപ്പോർട്ടർ TV എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? വിനോഷ്, തീർച്ചയായിട്ടും അതിൽ യാതൊരു തരത്തിലുള്ള ആശങ്കകളും വേണ്ട എന്ന് തന്നെയാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് MD ശ്രീ ആൻഡോ അഗസ്റ്റ്യൻ നൽകുന്ന ഉറപ്പ്. അത് അദ്ദേഹം ആവർത്തിക്കുന്നു, പലകുറി അദ്ദേഹം ആവർത്തിക്കുന്നു. ആ മെസ്സിയെ കൊണ്ടുവരാൻ കാണിച്ച യാഥാർത്ഥ്യം, ആ ചങ്കൂറ്റ ബോധമുള്ള കാലത്തോളം ഇനി എന്ത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളുടെയും ആവശ്യം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. 80 ദിവസങ്ങളെ ഉള്ളൂ എന്നല്ല, 80 ദിവസങ്ങൾ മുന്നിലുണ്ട് എന്നുള്ള പോസിറ്റീവ് ചിന്തയോടുകൂടി മുന്നോട്ട് പോവുകയാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ടീം എന്ന് പറയുന്ന കമ്പനി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മികച്ച നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിനുള്ള വ്യക്തമായ പദ്ധതി സർക്കാരിന്റെ മനസ്സിൽ ഇതിനോടകം തന്നെയുണ്ട്. എന്ത്, എങ്ങനെ, എപ്പോൾ ചെയ്യണമെന്ന കാര്യം വ്യക്തമായ രൂപരേഖയോടുകൂടി സർക്കാർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നീക്കിയാൽ മാത്രം മതി എന്നുള്ളതാണ്. നേരെ മറ്റൊരു ആശയക്കുഴപ്പം നിലനിന്നത്, ഒരുപക്ഷെ വനിതാ ലോകകപ്പിന് വേദിയായി ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം മാറുകയാണെങ്കിൽ അടുത്ത ഒരു മാസത്തേക്ക് കൂടി, നിലവിൽ അവിടെ കേരള ക്രിക്കറ്റ് ലീഗ് നടക്കുകയാണ്, പിന്നെയും ഒരു മത്സരം നീളുകയാണെങ്കിൽ സെപ്റ്റംബർ 28 വരെ മത്സരത്തിനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ആ മത്സരങ്ങൾ ഇപ്പോൾ BCCIയും ICCയും നവി മുംബൈയിലേക്ക്, ബംഗളൂരിൽ നടക്കുന്ന മത്സരങ്ങൾ നവി മുംബൈയിലേക്ക് മാറ്റിയ ഒരു സാഹചര്യത്തിൽ സ്റ്റേഡിയം അവിടെ ഫ്രീ ആണ്. ഒരു മാസത്തേക്ക് നമുക്ക് മുന്നിൽ തുറന്നു കിട്ടുകയാണ്. ആ തടസ്സം കൂടി മാറുന്നു. അതിന്റെ അർത്ഥം ഏറ്റവും വേഗത്തിൽ, ഏറ്റവും മികച്ച സൗകര്യം, ഒരു ഫുട്ബോൾ പിച്ച് അടക്കം, ടർഫ് അടക്കം ഏറ്റവും അതീവ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള പരമാവധി സമയം നമുക്ക് മുന്നിലുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് അക്കാര്യത്തിലും
യാതൊരു വിധത്തിലുള്ള സംശയങ്ങളും വേണ്ട. നേരെ മറിച്ച് വിമർശനം ഉന്നയിച്ചവരോട്, വിമർശിച്ചവരോട്, പരാതി പറഞ്ഞവരോട് നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇനി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം, ഒരു മനസ്സോടുകൂടി മുന്നോട്ട് പോകാം, മെസ്സിയെയും സംഘത്തെയും സ്വീകരിക്കാൻ നമുക്ക് ഒന്നിച്ചു നിൽക്കാം എന്നുള്ളതാണ്. ആ ആഹ്വാനം ഏറ്റെടുത്ത് കേരളം ഒന്നടങ്കം അണിനിരക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മൾ ഒന്നായി കേരളം മുന്നോട്ട് പോകാൻ പോവുകയാണ്. ഇനിയുള്ള 80-ാം നാൾ, ഒരുപക്ഷെ 80-ാം നാൾ തന്നെ മെസ്സിയും സംഘവും എത്തും എന്നുള്ളതാണ്. നവംബർ 10 മുതൽ 18 പലകുറി തെളിയിച്ചിട്ടുള്ളതാണ് നമ്മൾ മലയാളികൾ. കേരളം ഒറ്റക്കെട്ടാണ്, മലയാളികൾ ഒറ്റക്കെട്ടാണ്. അത് പല സാഹചര്യങ്ങളിൽ നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ലയണൽ മെസ്സിയും ലോക ചാമ്പ്യന്മാരായ അർജന്റീന സംഘവും എത്തുമ്പോഴും അതിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല. അങ്ങനെ ആശങ്കയുടെ കാർമേഘങ്ങൾ നീങ്ങിക്കൊണ്ട് പ്രതീക്ഷയുടെ, സന്തോഷത്തിന്റെ നീലാകാശം തെളിഞ്ഞു വരികയാണ്. നമ്മുടെ ആകാശം അത് പ്രതീക്ഷയുടെ നീലാകാശം, സന്തോഷത്തിന്റെ നീലാകാശമായി മാറുന്നു.